ഇവിടെ VPP മുസ്തഫ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഞങ്ങൾ തോറ്റെങ്കിലും ദേശീയ തലത്തിൽ വന്നിട്ടുള്ള റിസൾട്ട് വളരെ ആവേശം നൽകുന്നതാണ്. ഏത് റിസൾട്ടാണ് CPM ദേശീയ തലത്തിൽ ആവേശം നൽകിയിട്ടുള്ളത് ഒന്ന് പറയാമോ? ബംഗാളിൽ 35 കൊല്ലം ഭരിച്ച ബംഗാളിൽ 33 സീറ്റിൽ മത്സരിച്ച് കിട്ടിയ വോട്ട് ശതമാനം എത്രയാ? 5% വോട്ടാണ് കിട്ടിയുള്ളത്. 5%. ഇവിടെ കൊട്ടിഘോഷിച്ച ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ലക്ഷക്കണക്കിന് പേർ DYFIയുടെ മീറ്റിംഗിൽ വന്നു. അവിടെ AR റഹീമിന്റെ പ്രസംഗം കേട്ട് അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ കൈയടിച്ചു. ഇതാ ബംഗാളിൽ CPM തിരിച്ചു വരുന്നു എന്ന് ചർച്ച ചെയ്ത ആളുകളൊക്കെ ഇപ്പൊ എന്താ പറയാത്തത്? അവിടെ CPM ആകെ ഒരു സീറ്റിലാണ് 2ാം സ്ഥാനത്ത് പോലും വന്നത്. ഒറ്റ സീറ്റിലാണ് 2ാം സ്ഥാനത്ത് വന്നത്. 33 സീറ്റിൽ 32 സീറ്റിലും കെട്ടിവെച്ച കാശാണ് അവിടെ പോയത്. 32 സീറ്റിലും അതുപോലെയുള്ള തകർച്ച ബംഗാളിൽ. ഇനി ത്രിപുരയിൽ, നിങ്ങൾ 30 വർഷം ഭരിച്ച ത്രിപുരയിൽ ആകെ കിട്ടിയത് 12% വോട്ടാണ്. BJP കിട്ടിയത് 70% വോട്ടാണ്. 70% വോട്ടാണ്. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ BJP മത്സരിച്ചു. അവിടെ BJP ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നില്ല. അവിടെ ചെറിയ പാർട്ടികളുമായിട്ട് മുന്നണിയായിരുന്നു. അവിടെ BJP കിട്ടിയിട്ടുള്ള വോട്ട് എത്രയാണ്? അവിടെ NDAക്ക് 19% വോട്ട്. ഈ കേരളത്തിൽ നിങ്ങൾ പരിശോധിക്കുക. കേരളത്തിൽ ഞങ്ങൾ 20% വോട്ടോളം എത്തിക്കഴിഞ്ഞു. ഒരു മണ്ഡലത്തിൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു. ഒരു മണ്ഡലത്തിൽ 2ാം സ്ഥാനമാണ്. 2ഓ 3ഓ മണ്ഡലങ്ങളിൽ ഞങ്ങൾ വളരെ നിർണായകമായിട്ടുള്ള സ്ഥാനങ്ങളിൽ 10,000 15,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തെറ്റ് തിരുത്താനും പരിശോധനയ്ക്കും തയ്യാറുണ്ടെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞു. എന്താ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ളത്? എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു എന്നുള്ളതിന്റെ ഉത്തരം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്താ പറഞ്ഞത്? കേരളത്തിലെ CPM മുസ്ലിം മതവിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അവർക്ക് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ട് നഷ്ടപ്പെട്ടത്. നിങ്ങൾ ഇഴകീറി പരിശോധിച്ചോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഓരോ വോട്ടും, ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും വോട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ കാരണം നിങ്ങൾ നടത്തിയിട്ടുള്ള ഹമാസ് പ്രേമമാണ്. ഇസ്രായേലിലേക്ക് കടന്നു ചെന്ന് ഹമാസ് തീവ്രവാദികൾ നടത്തിയ നരനായാട്ടിനെ അനുകൂലിച്ചുകൊണ്ട്, മനുഷ്യത്വരഹിതമായിട്ടുള്ള നരനായാട്ടിനെ അനുകൂലിച്ചുകൊണ്ട്, മതഭീകരവാദത്തെ അനുകൂലിച്ചുകൊണ്ട് നിങ്ങൾ മുക്കിന് സംഘടിപ്പിച്ച ഹമാസ് അനുകൂല പൊതുയോഗമുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ പരാജയത്തിന്റെ ആദ്യത്തെ കാരണം. ഗണപതി എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ വേണ്ടി ചാനൽ ചർച്ചയിൽ അല്ല. ഞാൻ പറഞ്ഞോട്ടെ ആഷ്മി, ഞാനൊന്ന് പറഞ്ഞോട്ടെ ആഷ്മി, നിങ്ങൾ എന്തിനാ തടസ്സപ്പെടുന്നത്? ഈ ദിവസം അല്ലല്ലേ ഇതൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പൊ ഇടപെടൽ പോലെ അല്ലെങ്കിൽ പുസ്തകം കേൾക്കേണ്ട കാര്യമാണ്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ അതേ കാര്യമാണ് കൂർലോസ് തിരുമേനിയും പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞല്ലോ, പാർട്ടിക്കകത്തും സർക്കാരിന്റെ അകത്തും മുസ്ലിം ആണെന്നുള്ളതിന്റെ പേരിൽ പ്രത്യേകമായിട്ടുള്ള പരിഗണന കൊടുക്കുന്നു, പലർക്കും കൊടുക്കുന്നു എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തന്നെ മറ്റൊരു ഭാഷയിൽ കൂർലോസ് തിരുമേനി പറഞ്ഞില്ലേ? മത സാമുദായിക ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമമാണ് പരാജയത്തിന് കാരണം എന്നുകൂടി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉണ്ടല്ലോ. അത് നിഷേധിക്കാൻ മുസ്തഫയ്ക്ക് കഴിയോ? അങ്ങനെ മത സാമുദായിക ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയനും സംഘവും നടന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഹിന്ദു സംഘടനയെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടന്നിട്ടില്ലല്ലോ. ക്രൈസ്തവ സഭാംഗമായിട്ടുള്ള തിരുമേനി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ ഉദ്ദേശിച്ചായിരിക്കും, എന്ത് ഉദ്ദേശിച്ചായിരിക്കും കൃത്യമാണല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും CPM-നെയും LDF-നെയും ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതിന്റെ ഉത്തരമാണ് അവർ തേടേണ്ടത്. അതിന് ഉത്തരം എന്ന് പറയുന്നത് സംഘടിതമായിട്ടുള്ള വോട്ട് ബാങ്കിന് വേണ്ടി എന്ത് നെറികെട്ട രീതിയിലും സംസാരിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറില്ലാത്ത രീതിയിൽ ഇടതുപക്ഷം തരംതാണ രീതിയിലേക്ക് പോയി. ഈ ഇടതുപക്ഷത്തിന്റെ കോർ വോട്ട് ബാങ്ക് ആയിരുന്ന ഹിന്ദു വോട്ട് ബാങ്കിനെ അവർ വഞ്ചിച്ചു. അത് ശബരിമല മുതൽ തുടങ്ങിയിട്ടുള്ള വഞ്ചനയാണ്. അത് ഗണപതി മിത്താണെന്ന് പറയുന്നവരെത്തി. ആ പറഞ്ഞ നേതാവിനെ തിരുത്താനല്ല, മറിച്ച് ഹിന്ദുക്കളെ വീണ്ടും വീണ്ടും അവരുടെ വിശ്വാസത്തെ അധിക്ഷേപിക്കാൻ വേണ്ടിയാണ് CPM തയ്യാറായത്. ആ പറഞ്ഞയാളെ ന്യായീകരിക്കാൻ വേണ്ടി ചാനലുകൾ വന്നിരുന്നു, നേതാക്കന്മാർ തയ്യാറായി. ഒരു സെക്കൻഡ് അല്ല, ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവരുടെ പ്രധാനപ്പെട്ട വോട്ട് നിങ്ങൾ പരിശോധിക്കുക, ഇവരുടെ വോട്ട് പരിശോധിക്കുക. ഇവർക്ക് നഷ്ടപ്പെട്ട വോട്ടുകൾ മുഴുവൻ ഏത് ഭാഗത്തുനിന്ന് ഏത് സമുദായത്തിന് ആധിപത്യമുള്ള പ്രദേശങ്ങളിലെ വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഹിന്ദുക്കളിലെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെ വോട്ടുകളാണ് ഇവർക്ക് നഷ്ടപ്പെട്ടുള്ളത്. പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിന്റെ വോട്ടുകൾ വലിയ തോതിൽ നഷ്ടപ്പെട്ടു. ആലപ്പുഴയിൽ, ആറ്റിങ്ങലിൽ BJP 1ാം സ്ഥാനത്താണ് നിയമസഭാ മണ്ഡലത്തിൽ. നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ കണക്ക്? ആലപ്പുഴയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള മുന്നേറ്റം, ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള മുന്നേറ്റം, ഇവര് അന്തം വിട്ടിരിക്കുകയല്ലേ എങ്ങനെ ഇത്ര വോട്ട് കിട്ടിയെന്ന്. എങ്ങനെ ഇനിയിപ്പോ നിങ്ങൾ വരെ പോയി പരിശോധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നടത്തിയിട്ടുള്ള ഹിന്ദു വിരുദ്ധതയാണ് അതിന് കാരണം.